മുറി പോയി കുളിച്ചിട്ട് വാ മോളെ. കല്യാണ വേഷത്തിൽ തൻ്റെ അടുത്ത് നിൽക്കുന്ന സോനയെ നോക്കി അവളുടെ മമ്മി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് ചെന്നു. അവൾക്ക് മുൻപേ തന്നെ അവളുടെ ബന്ധുക്കളെയും മറ്റും ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തരുൺ മുറിയിലേക്ക് വലിഞ്ഞിരുന്നു. അവൾ ചെന്നപ്പോൾ ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടു. അവൻ കുളിക്കുകയാണെന്ന് മനസ്സിലായതും അവൾ അതേ കല്യാണ വേഷത്തിൽ തന്നെ കട്ടിലേക്കിരുന്നു. അന്നത്തെ അവരുടെ കല്യാണ ഫോട്ടോയും മറ്റും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഇടുന്ന തിരക്കിലായിരുന്നു അവൾ. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി. ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടതും അവൾ ആ ഭാഗത്തേക്ക് നോക്കി. ഒരു 3/4 പാൻറ്റും ബനിയനും ഇട്ടുകൊണ്ട് തല തുവർത്തി ഇറങ്ങി വരികയായിരുന്നു അവൻ. കുളിയും കഴിഞ്ഞോ? അപ്പോൾ സാറിന് വൃത്തിയൊക്കെ ഉണ്ടല്ലേ? അവൾ ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചു. പിന്നെ എത്രയാണെന്ന് കരുതിയാ നിന്നെ നോക്കി ഈ മുറിയിലിരിക്കുന്നത്? നിന്റെ ബന്ധുക്കളെ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാ. എല്ലാവരെയും നോക്കി ചിരിച്ച് ചിരിച്ച് മനുഷ്യൻ്റെ വാ കഴിച്ചു. എന്തൊരു ഏർപ്പാടാണോ എന്തോ. എങ്ങനെയെങ്കിലും 2 ദിവസം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് തിരികെ പോയാൽ മതിയായിരുന്നു. അവൻ കട്ടിലിലേക്ക് തലയും തുവർത്തി ഇരുന്നു കൊണ്ട് പറഞ്ഞു. ഓഹോ, അപ്പോൾ അത് കൊള്ളാലോ. ഒരു ദിവസം ആയപ്പോഴേക്കും ബന്ധുക്കളെ കൊണ്ടൊക്കെ പൊറുതി മുട്ടിയല്ലേ? അപ്പോൾ ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ ആരോടാ പറയേണ്ടത്? നിങ്ങൾ ഈ ഒരു ദിവസം സഹിക്കുന്നതല്ലേ ഞങ്ങൾ ഇനി 1 മാസം സഹിക്കാൻ പോകുന്നത്. 2 ദിവസം കഴിഞ്ഞ് ചാച്ചൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ അവസ്ഥ ഇത് തന്നെയല്ലേ? ചാച്ചന് പിന്നെ ഈ ഒരു ദിവസം മാത്രം സഹിച്ചാൽ മതിയല്ലോ. ഞാൻ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എന്നെ കാണാൻ ബന്ധുക്കളും നാട്ടുകാരും കയറി ഇറങ്ങും നമ്മുടെ വീട്ടിൽ, എന്തോ കാഴ്ച വസ്തു കൊണ്ടുവച്ചിരിക്കുന്നത് പോലെ. അപ്പം ഞങ്ങളെയൊക്കെ എന്ത് പറയണം? അവൾ തിരികെ അവനോട് ചോദിച്ചു. എന്തായാലും ഞാനതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. 2 ദിവസം സഹിച്ചാൽ മതിയല്ലോ. നമ്മുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പിറ്റേന്ന് മുതൽ ജോലിക്ക് പോകും. അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. ജോലിയുള്ളത് കൊണ്ട് കുഴപ്പമില്ല, ഞാനും രക്ഷപ്പെട്ടു. അവളും തിരികെ അവനോട് പറഞ്ഞു. നീ 1 മാസം കഴിഞ്ഞിട്ട് ജോലിക്ക് തിരിച്ചു കയറിയാൽ മതി. പുതുമോടിയായിട്ടുള്ള പെണ്ണ് ജോലിക്ക് പോകണ്ട. അത് ചിലപ്പോൾ എൻ്റെ വീട്ടിൽ പപ്പയ്ക്കും മമ്മിക്കും ഒന്നും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അവൻ അവളെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കി നെറ്റി ചുളിച്ചു. എന്തോ? എങ്ങനെ? അവൾ തിരികെ ചോദിച്ചു. അല്ല, നീ 1 മാസം കഴിഞ്ഞിട്ട് ജോലിക്ക് പോയി തുടങ്ങിയാൽ മതിയെന്ന്. ഇപ്പോൾ നീ പോയിട്ട് വേണ്ടല്ലോ എൻ്റെ വീട്ടിലെ ചിലവുകൾ നടത്താൻ. അതിനിപ്പോൾ ഞാൻ പോകുന്നുണ്ടല്ലോ. എൻ്റെ ചേട്ടനും ജോലിക്ക് പോകുന്നുണ്ട്. തൽക്കാലം ഞങ്ങൾ 2 പേരുടെയും പണം മതി അവിടെ 1 മാസത്തെ ചിലവിന്. അവൻ വീണ്ടും അവളെ ദേഷ്യം പിടിപ്പിക്കാൻ എന്ന രീതിയിൽ പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. എങ്കിലേ ഒരു കാര്യം ചെയ്യ്, പുതുച്ചക്കൻ വീട്ടിലിരുന്നോ, ഞാൻ ജോലിക്ക് പൊയ്ക്കോളാം. ആരുടെയെങ്കിലും 2 പേരുടെ സാലറി മതിയല്ലോ. ഞാനും ചേട്ടനും കൂടി പൊയ്ക്കോളാം. അവളും തിരികെ പറഞ്ഞു. ഇത്തവണ അവളുടെ സംസാരത്തിൽ കുറച്ച് ദേഷ്യം കലർന്നിരുന്നു. അത് മനസ്സിലായതും അവന് ചിരിയാണ് വന്നത്. ഇത്ര ചിരിക്കാൻ ഞാൻ ഒന്നും പറഞ്ഞില്ല. അവൻ ചിരിക്കുന്നത് കണ്ടതും അവളെ കളിയാക്കിയാണെന്ന് കാര്യമായ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഓഹോ, എൻ്റെ പെണ്ണിന് ദേഷ്യമൊക്കെ ഇരച്ചു കയറുന്നുണ്ടല്ലോ. അവളുടെ മുഖം ചുവന്ന് തുടുത്തിരിക്കുന്നത് കണ്ട് അവനൊരു ചിരിയോടെ പറഞ്ഞു. ദേ ചാച്ച, കാര്യമൊക്കെ ശരി തന്നെ. നമ്മൾ കല്യാണം കഴിച്ചു എന്ന് കരുതി എൻ്റെ ജോലി വേണ്ടെന്ന് വെക്കാനൊന്നും എന്നോട് പറയരുത്, കേട്ടല്ലോ. അവൾ കുറച്ച് ശക്തമായി തന്നെ പറഞ്ഞു. അവൾ ദേഷ്യത്തിലാണ് അവനോട് സംസാരിക്കുന്നതെങ്കിലും അവളുടെ സംസാരം കേട്ട് അവന് ചിരിയാണ് വരുന്നത്. അവൻ അവളുടെ മുഖം ചുവന്ന് തുടുക്കുന്നത് നോക്കി നിന്നു. താൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു റിയാക്ഷനും ഇല്ലാതെ തൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അവനെ കണ്ടതും അവൾ മുഖം കൂർപ്പിച്ചു വെച്ചുകൊണ്ട് നോക്കി. അവനെല്ലാം ഒരു തമാശയാണെന്ന് അവൾക്ക് തോന്നിയതും അവൾ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അലമാരിയിൽ നിന്നും ഒരു ഡ്രസ്സും എടുത്ത് കുളിക്കാൻ പോകാനായി തുടങ്ങി. അത് കണ്ടതും അവൻ ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. വിടിച്ചാച്ചാ, എനിക്ക് കുളിക്കണം. അവൾ ദേഷ്യത്തിൽ തന്നെ അവനെ നോക്കി പറഞ്ഞു. എന്തിനാടി എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? ഞാനിങ്ങനെയൊക്കെ നിന്നോട് സീരിയസ് ആയിട്ട് പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ദേഷ്യം കാണാൻ വേണ്ടി ഞാൻ വെറുതെ പറയുന്നല്ലേ ഇതൊക്കെ. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ആണോ? എനിക്കറിയില്ലായിരുന്നു. അങ്ങോട്ട് മാറിക്കേ, എനിക്ക് കുളിക്കണം. അതും പറഞ്ഞ് അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. ഞാനും വരുന്നു. അവൻ കുസൃതി ചിരിയോടെ അവളോട് പറഞ്ഞു. എങ്ങോട്ട്? അവൾ കപട ദേഷ്യത്തോടെ ചോദിച്ചു. കുളിക്കാൻ. അവൻ കുസൃതിയോടെ അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവളുടെ മുഖത്ത് നാണത്താൽ ഒരു പുഞ്ചിരി ഉണ്ടായി. എന്നാൽ ആ പുഞ്ചിരി അവനെ കാണിക്കാതെ കപടദേഷ്യത്തോടെ തന്നെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അവൾ ഒളിപ്പിച്ച ആ പുഞ്ചിരി അവൻ കണ്ടിരുന്നു. മുഖം കുനിച്ചു വെച്ചിരിക്കുന്ന അവളുടെ മുഖത്തേക്ക് അവനും മുഖം കുനിച്ചു വെച്ചുകൊണ്ട് തന്നെ നോക്കി. ചിരി വന്നാൽ ചിരിക്കണം സോന, ഇങ്ങനെ കടിച്ചു പിടിച്ച് വെക്കുന്ന അത്ര നല്ലതല്ല. ചിരി വരുന്നത് നൃത്തം കഷ്ടപ്പെടുന്ന അവളെ നോക്കി അവൻ പറഞ്ഞതും അവൾ മുഖം കൂർപ്പിച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി. അവൻ ചിരിയോടെ കുനിച്ചു വെച്ചിരിക്കുന്ന അവളുടെ മുഖം ഉയർത്തി. പിന്നെ ഇരുവരും പരസ്പരം നോക്കി. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്ന അവൻ്റെ മിഴികൾ എപ്പോഴോ അവളുടെ ചുണ്ടിലേക്ക് നീണ്ടിരുന്നു. അവൻ പതിയെ തള്ളവിരൽ കൊണ്ട് അവയിലൊന്ന് തലോടിയതും അവളുടെ കണ്ണുകൾ അടഞ്ഞു. അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു. പതിയെ അവളുടെ ചുണ്ടിലൊന്ന് ചുണ്ടുകൾ ചേർത്തതും അവൾ അവൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചു. അവൻ പതിയെ അവളുടെ തല ചരിച്ചു വെച്ചുകൊണ്ട് അവളുടെ ചുണ്ടിൽ ചുംബിച്ചു തുടങ്ങി. അവളും അവനിലേക്ക് ലയിച്ചു. ഇരുവരും പരസ്പരം ചുംബിച്ചു. ഒരു കാറ്റിന് പോലും കടന്നു വരാൻ കഴിയാത്ത വിധമായിരുന്നു ആ ചുംബനം. അവളെ ചുംബിക്കുന്നതിൻ്റെ ഒപ്പം അവൻ്റെ കരങ്ങൾ അവളുടെ സാരിയിൽ പിടുത്തമിട്ടു. പതിയെ അവയെ അഴിച്ചു. ഏതോ മാത്രയിൽ അവൻ്റെ പ്രവൃത്തി അറിഞ്ഞ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. പിന്നെ അവനെ തള്ളി മാറ്റി. പുറകിലേക്ക് വേച്ചുപോയ അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവനും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അതൊക്കെ രാത്രിയിൽ. ഇപ്പം മോള് കുളിച്ചിട്ട് വരാം. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു.
പ്ലീസ് സോന, അവൻ കെഞ്ചുന്നത് പോലെ അവളോട് ചോദിച്ചു. ഒരു പ്ലീസും ഇല്ല, മോൻ താഴേക്ക് വിട്ടോ. അവിടെ എൻ്റെ പപ്പയും മമ്മിയും ഒക്കെ ഇരിപ്പുണ്ട്. പോയി അവരോട് രണ്ടുപേരോടും സംസാരിച്ചിരിക്കുക. അപ്പോഴേക്കും ഞാൻ വരാം. അവൾ വീണ്ടും പറഞ്ഞതും അവനൊന്ന് മൂളി. അവൾ അലമാരയിൽ നിന്നും ഒരു ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് പോകാൻ തുടങ്ങി. പോകുന്നതിനിടയിൽ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെ ഇവിടെ നിൽക്കാതെ അങ്ങോട്ട് ചെന്നേ ചാച്ച, അവൾ വീണ്ടും അവനോട് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. അത് കണ്ട് അവൻ ഫോണും എടുത്ത് കട്ടിലേക്ക് കിടന്നു. അന്ന് രാത്രിയിൽ തരുണിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയാണ് അവൾ. അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടുന്നുണ്ട്. ചാച്ച, അവൾ വിളിച്ചതും അവനൊന്ന് മൂളി. ചാച്ചന് എന്നോട് ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. എന്താ ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യം? അവൻ തിരികെ ചോദിച്ചു. ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പറ ചാച്ച, തിരികെ എന്നോട് ചോദിക്കാതെ, അവൾ കപട ദേഷ്യത്തോടെ പറഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, കണ്ടങ്ങ് ഇഷ്ടമായി. പിന്നെ ആദ്യമേ തന്നെ നിനക്ക് എന്നോട് എന്തോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായായിരുന്നു. അവൻ കുസൃതിച്ചിരിയോടെ അവളോട് പറഞ്ഞു. എന്തു? കള്ളം പിടിക്കപ്പെട്ടവളെ പോലെ അവൾ അവനോട് ചോദിച്ചു. എന്നോടൊന്നുമില്ലായിരുന്നോ? അവൾ ചോദിക്കുന്നത് കേട്ടതും അവൻ തിരികെ കുസൃതിച്ചിരിയോടെ അവളെ നോക്കി. ഇല്ലല്ലോ, അവൾ ഒരുതരം കള്ളച്ചിരിയോടെ പറഞ്ഞു. ഇല്ലേ? അവൻ വീണ്ടും ചോദിച്ചു. ഇല്ല. എന്താ ചാച്ച, അങ്ങനെ തോന്നിയോ? അവൾ വീണ്ടും ചോദിച്ചു. സത്യമായിട്ടും ഒന്നുമില്ലായിരുന്നോ? ഞാൻ അവസാനമായിട്ട് നിന്നോട് ചോദിക്കുക, ഇതിന് നീ സത്യം പറഞ്ഞില്ലെങ്കിൽ? അവൻ കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഷെടാ, ഇല്ലെന്നേ. അവൾ ചെറുചിരിയോടെ അവനോട് മറുപടി പറഞ്ഞതും അവൻ അവളെ നെഞ്ചിൽ നിന്നും മാറ്റി തലയിണയിലേക്ക് കിടത്തി. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിനക്ക് സത്യം പറയാൻ പറ്റില്ല അല്ലേ? അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി. ചാച്ച, ചാച്ച, വേണ്ട വേണ്ട. അവൻ ഇക്കിളിയാക്കാൻ തുടങ്ങിയതും അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് സത്യം പറയാൻ വയ്യല്ലോ? അവൻ അവളുടെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തിയതിനു ശേഷം വീണ്ടും ചോദിച്ചു. സത്യം പറയാം. അവൾ അവൻ്റെ നെഞ്ചിൽ കൈവച്ച് തടഞ്ഞുകൊണ്ട് പറഞ്ഞു. എങ്കിൽ പറ. അവൻ പറഞ്ഞതും അവൾ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് സത്യമായിട്ടും എനിക്ക് ചാച്ചനെ, അത് ചാച്ചനോട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അവൾ വീണ്ടും കുസൃതിയോടെ അവനോട് പറഞ്ഞതും അവൻ കപടദേഷ്യത്തോടെ അവളെ കൂർപ്പിച്ചു നോക്കി. പിന്നെ അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി. അവൾ കുലുങ്ങി ചിരിച്ചു. അവളെ ഇക്കിളിയാക്കിക്കൊണ്ടിരുന്ന അവൻ പതിയെ അവളുടെ കഴുത്തിൽ ചുംബിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളിൽ അലഞ്ഞു. അവളുടെ ചിരി നിന്നു. മറ്റെന്തോ ഒരു തരം വികാരം അവളെ പൊതിയാൻ തുടങ്ങി. അവളുടെ കഴുത്തിൽ മുഴുവൻ അവൻ ചുണ്ടുകൾ ചേർത്തു. അവൾ അവനെ ഒന്നുകൂടി തന്നോട് ചേർത്ത് പിടിച്ചു. കഴുത്തിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ പതിയെ അവളുടെ മുഖത്തെത്തി. അവളുടെ നെറ്റിയിൽ അവനൊന്ന് ചുംബിച്ചു. ഇരു കവിളിലും അവൻ ചുണ്ടുകൾ ചേർത്തു. അവളുടെ കണ്ണുകളിലും മൂക്കിലും എല്ലാം അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞു. അവൻ്റെ നോട്ടം അവളുടെ ചുണ്ടിലേക്കെത്തി. അത് മനസ്സിലായതുപോലെ അവൾ നാണത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ പതിയെ അവളുടെ ചുണ്ടിലൊന്ന് മുത്തി. അവൾ കണ്ണുകളെ ഇറുക്കിയടച്ചു. അവൻ അവളുടെ ചുണ്ടുകളെ ചുംബിച്ചു തുടങ്ങി. ചുടുചുംബനത്തിൻ്റെ ഏതോ യാമത്തിൽ അവൾ തിരികെയും അവനെ ചുംബിച്ചു. സമയം കടന്നു പോകവേ ഇരുവരുടെയും ശരീരം പരസ്പരം അറിയാൻ ആഗ്രഹിച്ചു. അവളുടെ നഗ്നമായ ശരീരം മുഴുവൻ അവൻ്റെ ചുണ്ടുകൾ ചേർത്തു. അവളുടെ കൈകൾ ബെഡ്ഷീറ്റിൽ അമർന്നു. ഒടുവിൽ ചെറുവേദനയോടെ അവൻ അവളെ അറിയുമ്പോൾ അവൾ അവനെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു. കുറച്ചു നിമിഷം കഴിഞ്ഞിട്ടും അവളുടെ അനക്കമൊന്നുമില്ലായിരുന്ന അവൻ തൻ്റെ അടുത്ത് കിടക്കുന്ന സോനയുടെ മുഖത്തേക്ക് നോക്കി. സോന, അവൻ വിളിച്ചതും അവൾ തല ചരിച്ചു വെച്ചു. എന്താ ഇത്ര ആലോചിച്ച് കിടക്കുന്നേ? മുകളിലേക്ക് നോക്കി എന്തോ ആലോചനയോടെ കിടക്കുന്ന അവളെ നോക്കി അവൻ സംശയത്തോട് ചോദിച്ചു. ഇനി ഞാൻ ചാച്ചനോടൊരു സത്യം പറയട്ടെ? അവൾ കഴുത്തിൽ കിടന്ന അവൻ കെട്ടിയ മിന്നൽ പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. അവളുടെ ചോദ്യം കേട്ട് അവനും ചിരി വന്നിരുന്നു. ഇപ്പം എന്താ പെട്ടെന്ന് പറയാൻ കാരണം? ആദ്യമൊന്നും ഞാൻ ചോദിച്ചപ്പോൾ നീ പറയാൻ തയ്യാറായിരുന്നില്ലല്ലോ. അത് കേട്ടതും അവൻ സംശയത്തോടെ അവളെ നോക്കി. ചുമ്മാ പറയണോന്ന് തോന്നി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എങ്കിൽ പറ. അവൻ പറഞ്ഞതും അവൾ തലയിണയിൽ നിന്നും എഴുന്നേറ്റ് അവൻ്റെ നെഞ്ചിലേക്ക് തലവച്ചു. അത് ഞങ്ങളന്ന് ആദ്യമായിട്ട് ചാച്ചൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് വന്നില്ലേ, അന്ന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ചാച്ചനെ കണ്ടപ്പോൾ എനിക്കൊരു സ്പാർക്ക് അടിച്ചു. അവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാനത് അമ്മുവിനോട് പറയുകയും ചെയ്തു. അന്നവൾ എന്നെ കളിയാക്കി. ഞാൻ ചാച്ചനെ വായി നോക്കിയതാണെന്ന് പറഞ്ഞു. സത്യം പറയാലോ, ഞാൻ ഒരുപാട് ആമ്പിള്ളേരെ വായി നോക്കിയിട്ടുണ്ട്. പക്ഷെ അതുപോലെ ആയിരുന്നില്ല ഞാൻ ചാച്ചനെ നോക്കിയത്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ എനിക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ ചാച്ചനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. വെറുതെയെങ്കിലും ചാച്ചനെ കല്യാണം കഴിച്ചാലോ എന്ന് എനിക്ക് തോന്നി. പക്ഷെ അത് സത്യമാവുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല. അവിടെ ജോലിക്ക് വന്നപ്പോൾ പോലും നമ്മൾ തമ്മിൽ പ്രണയത്തിലാകുമെന്ന് ഞാൻ മനസ്സിൽ പോലും കരുതിയില്ല. അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞതും അവനൊരു പുഞ്ചിരിയോടെ അവളെ ഒന്നുകൂടി തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഇനി ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ? അവൾ പറഞ്ഞതും അവൻ എന്താണെന്നുള്ള രീതിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. സത്യം പറയല്ലോ അല്ലേ? കുറുമ്പോടെ അവനോട് ചോദിച്ചു. അതിനവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. പറ ചാച്ച, എന്നെ പറ്റിക്കുവോ? അവൾ വീണ്ടും സംശയത്തോട് ചോദിച്ചതും അവൻ ഇല്ലെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ചാച്ചൻ എപ്പോഴെങ്കിലും എന്നെ പ്രേമിക്കണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് എന്നേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ ചാച്ചന് കിട്ടിയേനേന്ന് മറ്റോ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ഇങ്ങനെ നോക്കാതെ പറ ചാച്ച. അവൻ നോക്കുന്നത് കണ്ടതും അവൾ വീണ്ടും പറഞ്ഞു. തോന്നിയിട്ടുണ്ട്. അവൻ അവളെ നോക്കി പറഞ്ഞതും അവളുടെ മുഖമൊന്ന് മാറി. ശരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അവൾ സംശയത്തോടെ വീണ്ടും എടുത്തു ചോദിച്ചു. ഉണ്ടടി.
അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞതും അവളുടെ മുഖം വീർത്തു വന്നു. അതിന് നീ എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിക്കുന്നേ? നീ എന്നോട് എന്താ പറഞ്ഞത്? സത്യം പറയണോന്ന്. അപ്പോൾ ഞാൻ ഒരു സത്യമല്ലേ പറഞ്ഞത്? അവളുടെ മുഖം വീർത്തിരിക്കുന്നത് കണ്ട് അവൻ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ എന്ന രീതിയിൽ വീണ്ടും പറഞ്ഞു. അത് കേട്ടതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. എന്നിട്ട് അവനെ തള്ളി മാറ്റി തിരിഞ്ഞു കിടന്നു. അവളുടെ പ്രവൃത്തി കണ്ട് അവന് ചിരി വന്നു. കൊച്ചു പിള്ളേരെ പോലെ മുഖവും വീർപ്പിച്ച് തന്നോട് പിണങ്ങി തിരിഞ്ഞു കിടക്കുന്ന അവളെ കണ്ടതും അവൻ അവളോട് വാത്സല്യമോ മറ്റെന്തെല്ലാമോ തോന്നി. അവൻ പുറകിൽ കൂടി അവളുടെ വയറ്റിൽ കൈവച്ച് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എൻ്റെ സോന, നീ കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമാണല്ലോ. എടി, അങ്ങനെ എനിക്ക് ഒരു നിമിഷമെങ്കിലും പ്രേമിക്കുന്ന സമയത്ത് നിന്നോട് തോന്നിയെന്ന് ഈ സമയം എൻ്റെ നെഞ്ചിലെ ചൂടറിഞ്ഞ് നീ കിടക്കില്ലായിരുന്നു. അങ്ങനെ പ്രേമിച്ചിട്ട് മടുക്കുമ്പോൾ ഒരു പെണ്ണിനെ വേണ്ടെന്ന് വെക്കാനൊന്നും എനിക്കറിയില്ല. നിന്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും എല്ലാം കണ്ടാ ഞാൻ നിന്നെ പ്രേമിച്ചത്. എൻ്റെ ജീവൻ പോകുന്നത് വരെ അതൊക്കെ സഹിക്കാനും ഞാൻ തയ്യാറാ. അവൻ അവളുടെ കവളിലൊന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞതും അവൾ ആണോ എന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആണടി, അവളുടെ നോട്ടം കണ്ട് അവൻ പറഞ്ഞു. അത് കേട്ടതും അവൾ ഉടനെ തിരിഞ്ഞ് അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ട് അവനെ ചേർത്ത് പിടിച്ചു. അവനും ഒരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചിരുന്നു.